ഇന്ന് നമ്മൾ ട്രക്കിങ്ങിനാണ് പോണത് കാശ്മീർ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര വലിയൊരു ഗ്രൂപ്പായിട്ട് അത്യാവശ്യം അയാൾ പറഞ്ഞത് ലേക്ക് വ്യൂ, അതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടിയുണ്ട്, സെയിം ടൈം സ്നോവിൻ്റെ അകത്ത് കൂടിയുണ്ട്. സോ ഇത്തിരിയും കൂടി എക്സൈറ്റഡ് ആണ്. നാട്ടിൽ മൂന്നാർ ട്രക്കിങ്ങിനൊക്കെ പോണ പോലെ അതും അഡ്വഞ്ചറസ് ആണ്, എന്നാലും അതേപോലെ അല്ല ഇത് ഇത്തിരിയും കൂടി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ പാടില്ല, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും കാണാം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. ഓക്കെ, നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കഴിക്കാൻ. വെറുതെ ആണ് കുറച്ച് വാട്ടർമെലനും പൊട്ടാറ്റോ ഫ്രൈ കൊടുത്തിട്ടുണ്ട്. ചീസ് ഓംലെറ്റ്. Lot, how are you feeling? I'm feeling better. Feeling excited for the trek. Health-wise, feeling better. This is my breakfast. Haters call it as antiparpe. We call it as sprouts. 8, 10, 11. What was the last count? 30? Welcome to Naranath. So this is basically a very special place. One of my favorite places in Kashmir. It has the historical background as well. We have an ancient Shiva temple, 7th century AD. Again, this route is very famous for the lakes Gansbal, Nunkol. I mean, you must have heard about Great Lakes Trek. So you can either start it here or end it here. Like it starts in Sonmarg and ends up here, or you can start here and end up in Sonmarg. One of the most prettiest treks in India. And again, in terms of wildlife, we have Hangul, endangered deer species is found here. We have black bears, we have musk bears. So quite a lot this place has to offer. A lot of birds there, and this river down over there, which we'll be following, is known as Vangat River. So we'll be following the Vangat River, and we'll be going to Dumail. Dumail basically means it's a sangam basically. Two rivers are they joining together. That's why Dumail. So do riverun ka mail ho raha hai, Dumail. So we'll be going to Dumail. So I hope everybody is carrying your water with you. Okay. Well, you'll be taking your packed lunch from here. Okay. And approximately 4.5 kilometers from here. So to and fro distance will be around 9 kilometers, more or less 9 kilometers. And approximately it will take us 2.5 hours one way to reach there. Once we reach there, we'll have time for ourselves. We'll have Maggie, we'll have Keva there. So this is the plan. തോംസൺ, നമ്മളിതാ നടന്നു തുടങ്ങുകയാണ്. I can carry the bag. ഇതിലേക്കാണോ? കുഴപ്പമൊന്നുമില്ല. ഒരു പട്ടിയായോ? നീ പട്ടിയായ? ഞാൻ പട്ടിയതല്ല, എനിക്ക് ജലദോഷം അടിച്ചിട്ടേ നടക്കാൻ എനിക്കൊരു വഴിയില്ല. വഴിയല്ല, വഴി. ദേവദൂതർ പിടിച്ചിട്ട് എന്നാ എടാ, നീ അത് ഇട്ടോ. തിരിച്ചു കൂടുതൽ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണല്ലേ? ആ ശരിയാ, പറ്റില്ല. അപ്പോൾ കുറേ നേരത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പറ്റുന്നതൊക്കെ വീഡിയോ എടുക്കാം. ഓക്കെ.
ഈ കുതിരനോടാണ് ഇപ്പൊ പറഞ്ഞ പോയി പുല്ലെടുത്ത് പോയി തിന്നടാന്ന്. ഓരോരുത്തർ പട്ടിയായി തുടങ്ങി, ഉള്ളിൽ ഞാനടക്കം. ഞങ്ങൾ എടുക്കട്ടെ. എന്തു ചേടോ ചത്ത ചത്ത നമ്മളിനി അങ്ങോട്ടേക്ക് പോകണം. അയ്യോ പിന്നെ ഇപ്പോൾ ഒരു പുതിയ ടെറൈൻ കണ്ടത് ഒരു അരുവിയാണ്. അരുവിയുടെ അരികത്ത് കൂടിയാണ് നടക്കുന്നത്. That's good, let's go. ഇങ്ങനത്തെ പാലമൊക്കെ എടുക്കും, കറക്റ്റാണ്. How many hours more? That's it. Huh? That's it. That's it? Yeah. This is the end. This is the end. Everybody is there. Oh, okay. Then we go back from the same place. Same day. Okay. അങ്ങനെ അവസാനം
നമ്മൾ മഞ്ഞ് കണ്ടിരിക്കുകയാണ്. നിനക്ക് വേറൊരു സാധനം ഞാൻ എടുത്തുതരാം കേട്ടോ. അവരെ കയറി അങ്ങടേക്ക് പോട്ടോ. मसाज चाहिए. I'm making sure everything is recorded. Peace out. What waiter? Wait, all are wait. Huh? Will take, no? No. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കണേ, ഒരൊറ്റ വരി പോലും കളയാതെ എല്ലാം പൂവിട്ട് നിൽപ്പുണ്ട്. ഇതിങ്ങനെ നിൽക്കണമെന്നാണ്. എന്തെങ്കിലും കെമിക്കൽ യൂസ് ചെയ്യണ്ടാവും. മീൻസ് അങ്ങനെ ബ്ലോസമായിട്ട് ഇരിക്കണത് നിൽക്കാനായിട്ട്. ചിലതൊക്കെ തുടർന്ന് തന്നെയുള്ളു. ആ അതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടെന്ന് വെച്ചാൽ ഒരെണ്ണം ഒരു സെറ്റ് ചീത്ത ചെയ്യുമ്പോൾ തന്നെ അടുത്തത് വന്നു 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 എന്നുള്ള മൂഡിൽ അപ്പം ഇങ്ങനെ ചെയ്യണമെന്നാണ്. ഒരു ലോഡ് മലയാളികളോടാ. ആ വേണ്ട വേണ്ട, ഞാനിത് തീരുമാനിച്ചാണ് മനസ്സിൽ ചെയ്യണമെന്ന്. എന്ത് ഫുൾ ടൈം ബാഗ് ഇടണം, അതേപോലെ തന്നെ റെക്കോർഡിങ് കറക്റ്റായിട്ട് പോകണമെന്ന്. പക്ഷെ നല്ല രസമുണ്ടെന്നാലും എല്ലാവരും പോകണ കാണാനായിട്ട്. പിന്നെ എല്ലാവരും ഹാപ്പിയാണ്. എടാ എല്ലാവരും ഹാപ്പിയാണ്, നല്ല വൈബുണ്ട്. ഞാൻ ഇത്തിരി കൂടി എക്സ്പെക്ട് ചെയ്തായിരുന്നു ഉള്ളിലേക്ക്. എടാ ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഫീലിംഗ് ആലോചിച്ച് നോക്കി. അത്രയും അത് കാരണം സിമ്പിളാക്കിയേക്കണാണ്. എനിക്കെന്താണെങ്കിലും ഒരു പ്രാവശ്യം ഇവിടെ അല്ലെങ്കിൽ നാട്ടിൽ മൂന്നാറൊരു അടിപ്പൻ ട്രക്കിംഗ് ഉണ്ട്, കാടിൻ്റെ ഡേ കൂടി നടക്കണത്. അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, നമ്മൾ ഇങ്ങനെ പോകണം. മറ്റേ കുനിഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചൊക്കെ പോകൂലേ, അതേപോലെ വഴി അന്വേഷിച്ച് പോകണ പോലെ. ഏത് താഴത്തുടി മേലെ കറങ്ങി ചാടി മുകളിലേക്ക് കയറിയില്ലേ? ഏതായിരുന്നു നീ ചാടി അപ്പുറത്തേക്കൊക്കെ പോയത്? ആ മറ്റേത്. ആ ഓ സത്യം ഓർമ്മയില്ലടാ, മറ്റേ തിമ്മപ്പനെ വേട്ട അനുവൊക്കെ ആയിട്ട് പോയത് 360 ക്യാമറ ഒക്കെ വെച്ചിട്ട്. അത് പിന്നെ അടിപൊളിയായിരുന്നു. ഇത് കയറി കിടന്നോണ്ടാ. പാറയൊക്കെ ഇടിഞ്ഞ് മണ്ണൊലിച്ചിൽ കഴിഞ്ഞ സ്ഥലമാണിത്. നേരത്തെ വരുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായില്ല, ഇതിപ്പോൾ വെയിലേറ്റം കൂടിയൊക്കെയാണ്.
നമ്മ അവിടെ എത്തുന്നതിന് മുമ്പ് അവൻ മേളിലെത്തും മിക്കവാറും. അടുത്തതായി എല്ലാവരുടെയും ട്രക്കിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഐ എം ഹാൻഡിങ് ഓവർ ടു ലട്ട. ട്രക്കിംഗ് കഴിഞ്ഞു ഗായ്സ്. ഇനി നമ്മൾ ട്രക്കിംഗ് എക്സ്പീരിയൻസ് എല്ലാവരോടും ചോദിക്കാൻ പോവാണ്. Amazing, thrilling, exciting. എക്സ്പീരിയൻസ് പൊളി ട്രക്കിംഗ്. പറ എങ്ങനെയുണ്ടായിരുന്നു ട്രക്കിംഗ്? അടിപൊളി. ഒന്നും പറയാനല്ല, നമ്മ പോയതിനാലും സ്പീഡിൽ തിരിച്ചെത്തി. പരിപാടി എങ്ങനെയുണ്ടായിരുന്നു ട്രക്കിംഗ്? അടിപൊളി. പറ. കൊള്ളാം, നല്ല കുറച്ചും കൂടി മഞ്ഞ് കാണുമായിരുന്നു. മഞ്ഞുമല്ല് മഞ്ഞില്ലേ? മഞ്ഞുമല്ല് മല മറ്റേ ആള് പറഞ്ഞ ഭീകരം തന്നെ. അയർലാൻഡിൽ ഇതേപോലെയാ? ബഹുത് അച്ഛാ. ഇതുപോലൊരു ട്രക്കിംഗ് ഞാൻ പോയിട്ടില്ല. നല്ല അടിപൊളി, സൂപ്പർ. ട്രക്കിംഗ് എക്സ്പീരിയൻസ് It was totally awesome, actually. In Malayalam, it's Atipuli. അടിപൊളി. Adipoli. കൊള്ളായിരുന്നു. ചിത്രം പറഞ്ഞ നമ്മള് ചിത്രം പറഞ്ഞ സുഹൃത്തുക്കളെ, വായിൽ നുരഞ്ഞു വന്ന പദമൊക്കെ തള. പീസ്ഫുൾ ആയിരുന്നു. നമ്മള് ഇന്റർനെറ്റ് ലോകത്ത് നിന്ന് മാറി കുറച്ചു നേരം നേച്ചർ ലൈഫിലേക്ക് പോയി. അങ്ങനെയാണ് ചെയ്യേണ്ടത്.